ബാങ്ക് ഗ്യാരണ്ടി. സോ നമുക്കൊരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. അതായത് ഒരു വ്യക്തിയുടെ ലയബിലിറ്റി, എക്സ്പെഷ്യലി ഒരു ഡെപ്റ്ററിന്റെ ലയബിലിറ്റിക്ക് നമ്മളൊരു ക്രെഡിറ്ററിന് ഒരു തേർഡ് പാർട്ടി ജാമ്യം നിൽക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഗ്യാരണ്ടി. നമുക്ക് ഗ്യാരണ്ടി പല വിധം, ഇപ്പൊ റെട്രോസ്പെക്റ്റീവ് ഉണ്ട്, പ്രോസ്പെക്റ്റീവ് ഉണ്ട്, ഫ്യൂച്ചറിൽ വരുന്നത് അല്ലെങ്കിൽ പ്രസന്റിൽ വരുന്ന ഗ്യാരണ്ടി, ഇങ്ങനെയുള്ള പലതരം ഗ്യാരണ്ടികളുണ്ട്. എന്നാൽ നമ്മുടെ ഒരു ബാങ്കിലേക്ക് ചെല്ലുന്ന സമയത്ത് ബാങ്കിന്റെ ഗ്യാരണ്ടിയെ നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. ബാങ്കിന്റെ ഗ്യാരണ്ടിയെ നമുക്ക് ഫിനാൻഷ്യൽ ഗ്യാരണ്ടി എന്നും പെർഫോമൻസ് ഗ്യാരണ്ടി എന്നും പറഞ്ഞ് രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. സോ ഫിനാൻഷ്യൽ ഗ്യാരണ്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബാങ്കില് അല്ലെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് പണം കൊടുക്കാനുണ്ടെങ്കിലോ, ബാങ്കിൽ പണം കൊടുക്കാനുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ടെങ്കിലോ, അതിന് ആ കൊടുക്കേണ്ട ബാധ്യതയ്ക്ക് അല്ലെങ്കിൽ ആ ഡിഫോൾട്ട് പേയ്മെന്റിന് ജാമ്യം നിൽക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടി. എന്നാൽ പെർഫോമൻസ് ഗ്യാരണ്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, ആ കോൺട്രാക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ അതുകൊണ്ട് മറ്റു വ്യക്തിക്കുണ്ടാവുന്ന, ഓപ്പോസിറ്റ് വ്യക്തിക്കുണ്ടാവുന്ന നഷ്ടം, ശ്രദ്ധിക്കുക, അവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാവുന്ന ഓപ്പോസിറ്റ് വ്യക്തിക്ക് ഉണ്ടാവുന്ന നഷ്ടം നികത്തി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ഗ്യാരണ്ടിയെ വിളിക്കുന്ന പേരാണ് പെർഫോമൻസ് ഗ്യാരണ്ടി. നമ്മുടെ രാജ്യത്തെ ബാങ്കുകൾക്ക് ഫിനാൻഷ്യൽ ഗ്യാരണ്ടിയും ചെയ്യാം, പെർഫോമൻസ് ഗ്യാരണ്ടിയും ചെയ്യാം. എന്നാൽ നേരത്തെ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ലായിരുന്നു? നമ്മുടെ പെർഫോമൻസ് ഗ്യാരണ്ടി ചെയ്യാൻ കഴിയില്ലായിരുന്നു. എന്നാൽ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകളിലെ ഷെഡ്യൂൾഡ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് വേണമെങ്കിൽ ഡ്യൂ കെയറോട് കൂടിയിട്ട് ഇത് ചെയ്യാം. ബട്ട് നോൺ ഷെഡ്യൂൾഡ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. ഇനി ഒരു ബാങ്ക് ഗ്യാരണ്ടി കൊടുക്കുമ്പോൾ നേരത്തെ ഡേറ്റ അനുസരിച്ച് അവരുടെ ടോട്ടൽ നെറ്റ്വർത്തിന്റെ 10% വരെ ആയിരുന്നു ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുമെങ്കിൽ റീസെന്റ് ഇത് എത്ര ശതമാനമായി മാറിയിട്ടുണ്ട്? 25% മാറ്റിയിട്ടുണ്ട്.